തിരുവനന്തപുരം കിളിമാനൂരിൽ പിതാവിനെ കൊലപ്പെടുത്തിയ പ്രതി ആദിത്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഫോണിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് 22കാരനായ പ്രതി പിതാവിനെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ്. ആദിത്യൻ സ്ഥിരം ലഹരിക്കടിമയെന്നും പോലീസ് പറയുന്നു. MG പ്രതീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, നാടിനെ നടുക്കിയൊരു വാർത്തയായിരുന്നു ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന കിളിമാനൂർ സ്വദേശിയായ ഹരികുമാർ ഇന്നലെ പുലർച്ചെയാണ് മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അത്രത്തോളം ഞെട്ടിക്കുന്നതാണ്. കാരണം 22 വയസ്സ് പ്രായമുള്ള മകന്റെ മർദ്ദനത്തെ തുടർന്നാണ് ഈ പിതാവ് മരണപ്പെട്ടത്. അതും ഫോണുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കമായിരുന്നു ഇത്തരത്തിൽ കൊലപാതകത്തിലേക്കുൾപ്പെടെ നയിച്ചത് എന്നതാണ് പോലീസ് പറയുന്നത്. വില കൂടിയ ഫോൺ വേണമെന്ന് ആവശ്യപ്പെട്ട് തുടർച്ചയായി വീട്ടുകാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഈ മാതാവിന്റെ ഫോൺ ഈ മകൻ കൈക്കലാക്കി. ഇത് തിരികെ നൽകാൻ പിതാവ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഉണ്ടായ തർക്കമാണ് ഒരു കയ്യാങ്കളിയിലേക്ക് കലാശിച്ചത്. തുടർന്ന് പിതാവിനെ മർദ്ദിക്കുകയും താഴേക്ക് തള്ളിയിടുകയുമായിരുന്നു. തുടർന്ന് ഈ പിതാവ് താഴേക്ക് പതിക്കുന്ന ഘട്ടത്തിൽ തലയ്ക്ക് ഏറ്റ ക്ഷതമാണ് മരണകാരണം എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ മകൻ ഈ ലഹരിക്ക് അടിമയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. എറണാകുളത്തെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു. അതിന് പിന്നാലെ വീട്ടിലെത്തിയിട്ടും ലഹരി ഉപയോഗം തുടർന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. ഒപ്പം ഈ അപകടകരമായ വിധം വാഹനം ഓടിച്ചതിന് നിരവധി തവണ കിളിമാനൂർ പോലീസ് ഈ പ്രതി ആദിത്യ കൃഷ്ണനെ പിടികൂടിയിട്ടുണ്ട്. നിലവിൽ കിളിമാനൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നും കിളിമാനൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട്.